Hello students, welcome back to the new session of Python programming. In the previous session, we have studied about the data types in Python. Today, we will discuss about fundamental concepts like Python operators, expressions, operator precedence and associativity. First topic is Python operator. You are already familiar with the term operator. An operator is used to perform operations on variables and values. There are different types of operators in Python, which includes arithmetic operators, assignment operators, comparison operators, logical operators, identity operators, membership operators, and bitwise operators. We will discuss each of these in detail. First, arithmetic operators. Arithmetic operators are used with numeric values to perform common mathematical operations. Arithmetic operators includes addition, subtraction, multiplication, division, then modulo, exponentiation and integer division. Okay. First, addition operator. Addition operator is used to add two numbers. But when this operator is used with strings, it performs concatenation. Then next, subtraction operator used for subtraction. Then next, multiplication operators. When this operator used with integers, it performs multiplication, and multiplication operator is act as repetition operator in the case of strings. We have already studied about this. That is, multiplication operator star is act as repetition operator in the case of string. Next, division operator. The result of standard division is always float even if the dividend is completely divisible by the divisor. That is, division perform ചെയ്യുന്ന സമയത്ത് രണ്ട് നമ്പറും ഇൻറ്റിജർ ആണെങ്കിൽ പോലും റിസൾട്ട് കിട്ടുന്നത് എപ്പോഴും ഫ്ലോട്ട് വാല്യൂസിലായിരിക്കും. അതാണ് ഇതിന്റെ പ്രത്യേകത. രണ്ട് നമ്പർ ഇൻറ്റിജർ ആണെങ്കിലും ഒരു നമ്പർ ഇൻറ്റിജറും ഒരു നമ്പർ ഫ്ലോട്ട് ആണെങ്കിലും എങ്ങനെയായാലും നമുക്ക് ഇൻറ്റിജർ ഡിവിഷൻ ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് നോർമൽ സ്റ്റാൻഡേർഡ് ഡിവിഷൻ ചെയ്തു കഴിഞ്ഞാൽ കിട്ടുന്ന റിസൾട്ട് എപ്പോഴും ഫ്ലോട്ട് വാല്യൂസ് ആയിരിക്കും. Then next, remainder. Remainder means 17 mod 5 means 17 5 കൊണ്ട് ഡിവൈഡ് ചെയ്തിട്ട് കിട്ടുന്ന റിമൈൻഡർ എന്താണോ that is obtained by the operator remainder or modulo operator. Then next, exponentiation. Exponentiation means raised to 2 3 means 2 cube, that is 2 raised to 3. Okay. Then next operator is integer division. You can see different examples here. The next operator is integer division. Integer division means നമ്മൾ നേരത്തെ സ്റ്റാൻഡേർഡ് ഡിവിഷനിൽ നമ്മൾ പറഞ്ഞു രണ്ട് നമ്പറും ഇൻറ്റിജർ ആണെങ്കിൽ പോലും നമുക്ക് എപ്പോഴും ഡിവിഷന്റെ റിസൾട്ട് ആയിട്ട് കിട്ടുന്നത് ഫ്ലോട്ട് വാല്യൂ ആയിരിക്കും. ഇൻ കേസ് ഇപ്പോൾ ഒരു നമ്പറിനെ വേറെ നമ്പർ കൊണ്ട് ഡിവൈഡ് ചെയ്തിട്ട് കംപ്ലീറ്റ് ആയിട്ട് റിമൈൻഡർ ഒന്നുമില്ലാതെ ഡിവൈഡ് ചെയ്ത് പോയെങ്കിൽ പോലും നമുക്ക് റിസൾട്ട് കിട്ടുന്നത് ഫ്ലോട്ടിലായിരിക്കും. ദാറ്റ് ഈസ് 4/2 ചെയ്ത് കഴിഞ്ഞാൽ ഇറ്റ് വിൽ റിസൾട്ട് 2.0. അങ്ങനെ ഫ്ലോട്ട് വാല്യൂസ് വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇൻറ്റിജർ ഡിവിഷൻ യൂസ് ചെയ്യുന്നത്. ഇൻറ്റിജർ ഡിവിഷനിൽ നമ്മൾ എന്താ സംഭവിക്കുന്നതെങ്കിൽ അതിൽ നമ്മൾ യൂസ് ചെയ്യുന്ന നമ്പേഴ്സ് ഇൻറ്റിജർ ആണെങ്കിൽ നമുക്ക് കിട്ടുന്ന റിസൾട്ടും ഇൻറ്റിജർ റിസൾട്ട്, ദാറ്റ് ഈസ് ആ വാല്യൂ എന്താണോ അതിനെ ഫ്ലോർ ചെയ്ത് തൊട്ട് മുന്നത്തെ ഹോൾ നമ്പറിലേക്ക് മാറ്റിയിട്ടാണ് നമുക്ക് ഇൻറ്റിജർ ഡിവിഷൻ കഴിഞ്ഞിട്ട് നമുക്ക് റിസൾട്ട് കിട്ടുന്നത്. സ്റ്റാൻഡേർഡ് ഡിവിഷന് വേണ്ടിയിട്ട് നമ്മൾ സിംഗിൾ സ്ലാഷ് ആണ് യൂസ് ചെയ്യുന്നതെങ്കിൽ ഇൻറ്റിജർ ഡിവിഷന് വേണ്ടിയിട്ട് ഡബിൾ സ്ലാഷ് ആണ് നമ്മളിവിടെ യൂസ് ചെയ്യുന്നത്. ഓക്കെ. അപ്പം നിങ്ങൾക്ക് ഈ എക്സാമ്പിൾ കണ്ടാൽ അറിയാം 3/2 എന്ന് പറഞ്ഞാൽ നോർമലി 3/2 ചെയ്ത് കഴിഞ്ഞാൽ സാധാരണ ഡിവിഷനാണ് 3/2 ചെയ്യുന്നതെങ്കിൽ കറക്റ്റ് ആൻസർ ഈസ് 1.5 ആണ്. പക്ഷേ നമുക്കതിൻ്റെ ഫ്ലോർ വാല്യൂ മാത്രം കിട്ടിയാൽ മതി. അതായത് അതിൻ്റെ തൊട്ട് മുന്നത്തെ വാല്യൂ തൊട്ട് മുന്നത്തെ ഹോൾ നമ്പർ ഏതാണോ അത് മാത്രം കിട്ടിയാൽ മതിയെങ്കിലാണ് നമ്മൾ 3/2 കൊടുക്കുന്നത്. ദാറ്റ് ഈസ് ഇൻറ്റിജർ ഡിവിഷൻ പെർഫോം ചെയ്യുന്നത്. അപ്പോൾ ഇറ്റ് വിൽ റിസൾട്ട് 1 ഇൻസ്റ്റെഡ് ഓഫ് 1.5. ഓക്കെ. ഈ കേസിൽ കണ്ടറിയാം 7.0 ഡിവിഷൻ 2, ദാറ്റ് ഈസ് ഇവിടെ ശരിക്കും ആൻസർ വരെ 3.5 ആണ്. പക്ഷേ വി ഗെറ്റ് ദ ആൻസർ ആസ് 3.0. ദാറ്റ് ഈസ് ഇവിടെ 3.5 ആണ് ആൻസർ. സോ അതിന് തൊട്ട് മുന്നത്തെ ഹോൾ നമ്പറിലേക്ക് അതിനെ മാറ്റും, ദാറ്റ് ഈസ് 3ലേക്ക് മാറ്റും. പക്ഷേ ഇതിൽ യൂസ് ചെയ്തിരിക്കുന്ന ഒരു ഡിവൈസർ എന്ന് പറയുന്നത് 7.0 ഫ്ലോട്ട് നമ്പർ ആയതുകൊണ്ട് നമുക്ക് കിട്ടുന്ന റിസൾട്ടും ഫ്ലോട്ട് നമ്പറിൽ തന്നെ കിട്ടുന്നു.
അതാണ് ഇൻറ്റിജർ ഡിവിഷൻ എന്ന് പറഞ്ഞിരുന്നത്. ഓക്കെ. Then next operator is assignment operator. Assignment operators are used to assign values to the variables. Variable ക്ക് value assign ചെയ്യാനാണ്. നമ്മൾ already values assign ചെയ്യാൻ variable ക്ക് നമ്മൾ equal to പഠിച്ചു. അത് കൂടാതെ വരുന്ന മറ്റ് assignment operators ആണ് ഇവിടെ ലിസ്റ്റ് ചെയ്തിരിക്കുന്നത്. That is equal to, plus equal to, minus equal to, star equal to, division equal to, modulo equal to, then double slash equal to, exponentiation equal to. ഇതിന്റെ എക്സ്പ്രഷൻ എങ്ങനെയാണ് ഇത് ഓരോന്നും വർക്ക് ചെയ്യുക എന്നുള്ളത് നിങ്ങൾ ഓൾറെഡി സിയിൽ ഫെമിലിയർ ആവും. ഇറ്റ് വിൽ ഗിവൺ ഹിയർ. ഓക്കെ. Next is relational operators. Relational operators are also known as comparison operators. Relational operators are used for comparing two expressions and result in either true or false. That is, രണ്ട് നമ്പേഴ്സിനെയോ അല്ലെങ്കിൽ രണ്ട് എക്സ്പ്രഷനെയോ കമ്പയർ ചെയ്തിട്ട് either true അല്ലെങ്കിൽ false റിട്ടേൺ ചെയ്യുന്ന ഓപ്പറേറ്റേഴ്സ് ആണ് റിലേഷണൽ ഓപ്പറേറ്റേഴ്സ്. റിലേഷണൽ ഓപ്പറേറ്റേഴ്സ് ഇൻക്ലൂഡ് ലെസ് ദാൻ, ഗ്രേറ്റർ ദാൻ, ലെസ് ദാൻ ഓർ ഈക്വൽ ടു, ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു, നോട്ട് ഈക്വൽ ടു ആൻഡ് ഈക്വൽ ടു. നോട്ട് ഈക്വൽ ടുന് രണ്ട് ടൈപ്പ് ഓപ്പറേറ്റേഴ്സ് ഇവിടെ വരുന്നുണ്ട്. ഇത് രണ്ടും നോട്ട് ഈക്വൽ ടുന് നമ്മൾ യൂസ് ചെയ്യുന്നതാണ്. ഓക്കെ. ഫസ്റ്റ് ലെസ് ദാൻ ഓപ്പറേറ്റർ രണ്ട് നമ്പേഴ്സിൻ്റെ ഇടയിലോ അല്ലെങ്കിൽ രണ്ട് എക്സ്പ്രഷൻ്റെ ഇടയിലോ നമ്മൾ യൂസ് ചെയ്യും. ഈ തന്നിരിക്കുന്ന എക്സ്പ്രഷൻ ട്രൂ ആണെങ്കിൽ ഇറ്റ് വിൽ റിട്ടേൺസ് ട്രൂ, അതർവൈസ് ഇറ്റ് വിൽ റിട്ടേൺസ് ഫാൾസ്. അതാണ് ലെസ് ദാൻ ഓപ്പറേറ്ററും ഗ്രേറ്റർ ദാൻ ഓപ്പറേറ്ററും ലെസ് ദാൻ ഓർ ഈക്വൽ ടു, ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു എല്ലാ ഓപ്പറേറ്റേഴ്സും ഒരേപോലെ തന്നെയാണ് വർക്ക് ചെയ്യുന്നത്. ഓൾസോ ഈ ഓപ്പറേറ്റേഴ്സിനെ നമുക്ക് രണ്ട് സ്ട്രിങ്ങിൻ്റെ ഇടയിലും യൂസ് ചെയ്യാം. സ്ട്രിങ്ങിൻ്റെ ഇടയിലാവുമ്പോൾ അതിൻ്റെ ആൽഫബറ്റിക് ഓർഡറിലാണ് അത് ലെസ് ദാൻ ആണോ ഗ്രേറ്റർ ദാൻ ആണോ എന്ന് ഡിറ്റർമിൻ ചെയ്തിട്ട് നമ്മൾ കൊടുത്തിരിക്കുന്ന ഓപ്പറേറ്റേഴ്സിനനുസരിച്ച് ട്രൂവോ അല്ലെങ്കിൽ ഫോൾസോ റിട്ടേൺ ചെയ്യും. ഓക്കെ. അപ്പോൾ ഈ ഓപ്പറേറ്റേഴ്സ് ലെസ് ദാൻ, ഗ്രേറ്റർ ദാൻ, ലെസ് ദാൻ ഓർ ഈക്വൽ ടു, ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു, ഈ റിലേഷണൽ ഓപ്പറേറ്റേഴ്സ് എല്ലാം വി ക്യാൻ യൂസ് വിത്ത് നമ്പേഴ്സ് ആൻഡ് സ്ട്രിങ്സ്. നമ്പേഴ്സിൻ്റെ കൂടി സ്ട്രിങ്സിൻ്റെ കൂടി നമുക്ക് യൂസ് ചെയ്യാം. അതുപോലെ തന്നെയാണ് നോട്ട് ഈക്വൽ ടു ഓപ്പറേറ്റർ. രണ്ട് നമ്പേഴ്സ് നോട്ട് ഈക്വൽ ആണോ അല്ലെങ്കിൽ രണ്ട് സ്ട്രിങ്സ് നോട്ട് ഈക്വൽ ആണോ എന്ന് ചെക്ക് ചെയ്യും. ദെൻ നോട്ട് ഈക്വൽ ആണെങ്കിൽ ട്രൂ റിട്ടേൺ ചെയ്യും, അതല്ല ഈക്വൽ ആണെങ്കിൽ ഫോൾസ് റിട്ടേൺ ചെയ്യും. ഈക്വൽ ടു ഓപ്പറേറ്റർ ആണെങ്കിൽ രണ്ട് നമ്പേഴ്സ് അല്ലെങ്കിൽ രണ്ട് സ്ട്രിങ്സ് ഈക്വൽ ആണോ എന്ന് ചെക്ക് ചെയ്യും. ഈക്വൽ ആണെങ്കിൽ ട്രൂ റിട്ടേൺ ചെയ്യും, അല്ലെങ്കിൽ ഫോൾസ് റിട്ടേൺ ചെയ്യും. ഇപ്പം ഇവിടുത്തെ കേസിൽ ഹലോ ആൻഡ് ഹലോ ഇത് രണ്ടും ചെക്ക് ചെയ്യുമ്പോൾ ഈ ക്യാപിറ്റൽ ലെറ്ററിൽ നമ്മൾ പറഞ്ഞു പൈത്തൺ കേസ് സെൻസിറ്റീവ് ആണ്. ദാറ്റ് ഈസ് ക്യാപിറ്റൽ ലെറ്ററിൽ ഒരു വേരിയബിൾ ഉണ്ടാക്കിയാലും സ്മോൾ ലെറ്ററിൽ നമ്മളൊരു വേരിയബിൾ ഓർ സ്ട്രിങ് വാല്യൂ, ക്യാപിറ്റൽ ലെറ്ററിൽ നമ്മൾ കൊടുക്കുന്ന സ്ട്രിങ് വാല്യൂം അതുപോലെ സ്മോൾ ലെറ്ററിൽ നമ്മൾ കൊടുക്കുന്ന സ്ട്രിങ് വാല്യൂം രണ്ടായിട്ടാണ് നമ്മൾ പരിഗണിക്കുക, പൈത്തൺ പരിഗണിക്കുക. രണ്ടും ഹലോ ആണെങ്കിൽ പോലും അതിൽ ക്യാപിറ്റലും സ്മോളും വരുന്നതിനനുസരിച്ച് രണ്ടിനെയും രണ്ടായിട്ട് തന്നെയാണ് ഇവിടെ പരിഗണിക്കുന്നത്. ഓക്കെ. ദിസ് ഈസ് റിലേഷണൽ ഓപ്പറേറ്റേഴ്സ്. Next, logical operators. Logical operators are used to combine conditional statements. നമ്മൾ ഓൾറെഡി റിലേഷണൽ ഓപ്പറേറ്റേഴ്സ് വെച്ചിട്ട് ക്രിയേറ്റ് ചെയ്യുന്ന കണ്ടീഷണൽ സ്റ്റേറ്റ്മെൻറ്റ്സിനെ കമ്പൈൻ ചെയ്യാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന ഓപ്പറേറ്ററാണ് ലോജിക്കൽ ഓപ്പറേറ്റേഴ്സ്. 3 ലോജിക്കൽ ഓപ്പറേറ്റേഴ്സ് ആണുള്ളത്: ആൻഡ്, ഓർ, നോട്ട്. ഓക്കെ. ആൻഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റിട്ടേൺസ് ട്രൂ ഇഫ് ബോത്ത് സ്റ്റേറ്റ്മെൻറ്റ്സ് ആർ ട്രൂ. ദാറ്റ് ഈസ് ഒരു ആൻഡ് ഓപ്പറേറ്റേഴ്സ് കമ്പൈൻ ചെയ്യുന്ന രണ്ട് സ്റ്റേറ്റ്മെൻറ്റും ട്രൂ ആണെങ്കിൽ മാത്രം ആൻഡ് ഓപ്പറേറ്റർ റിസൾട്ടായിട്ട് ട്രൂ റിട്ടേൺ ചെയ്യും, അല്ലെങ്കിൽ ഫോൾസ് റിട്ടേൺ ചെയ്യും. ഓർ ഓപ്പറേറ്റർ ആണെങ്കിൽ റിട്ടേൺസ് ട്രൂ ഇഫ് വൺ ഓഫ് ദ സ്റ്റേറ്റ്മെൻറ്റ് ഈസ് ട്രൂ. ഏതെങ്കിലും ഒരു സ്റ്റേറ്റ്മെൻറ്റ് ട്രൂ ആണെങ്കിൽ പോലും ഓർ ഓപ്പറേറ്റർ ട്രൂ റിട്ടേൺ ചെയ്യും. നോട്ട് മീൻസ് റിവേഴ്സ് ദ റിസൾട്ട്, റിട്ടേൺസ് ഫോൾസ് ഇഫ് ദ റിസൾട്ട് ഈസ് ട്രൂ. നമുക്ക് ചെയ്ത് കിട്ടുന്ന റിസൾട്ട് ട്രൂ ആണെങ്കിൽ അതിനെ ഫോൾസ് ആക്കാനും ഫോൾസ് ആണെങ്കിൽ അതിനെ ട്രൂ ആക്കാനും, ദാറ്റ് ഈസ് കിട്ടുന്ന റിസൾട്ടിനെ നേരെ റിവേഴ്സ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഓപ്പറേറ്ററാണ് നോട്ട്. ഇവിടെ എക്സാമ്പിൾ കൺസിഡർ ചെയ്യുക. ദാറ്റ് ഈസ് എക്സ് ഈക്വൽ ടു 4 ആണ്. അങ്ങനത്തെ കേസിൽ എക്സ് ലെസ് ദാൻ 5 ആൻഡ് എക്സ് ലെസ് ദാൻ 10, ദാറ്റ് ഈസ് 4 ലെസ് ദാൻ 5ഉം 4 ലെസ് ദാൻ 10ഉം ആണ്. ഇവിടെ രണ്ട് സ്റ്റേറ്റ്മെൻറ്റും ട്രൂ ആണ്. സോ ആൻഡ് ആണ്, രണ്ടും ട്രൂ ആണെങ്കിൽ ദ റിസൾട്ട് വിൽ ബി ട്രൂ. ഇനി നെക്സ്റ്റ് എക്സ് ലെസ് ദാൻ 5 ഓർ എക്സ് ലെസ് ദാൻ 4. ഇപ്പോൾ എക്സ് ഈക്വൽ ടു 4 ആണെങ്കിൽ 4 ലെസ് ദാൻ 5 ആണ്, 4 ലെസ് ദാൻ 4 അല്ല. പക്ഷേ ഇവിടുത്തെ കേസിൽ ഓർ ആണ്. ദാറ്റ് ഈസ് ഏതെങ്കിലും ഒരു സ്റ്റേറ്റ്മെൻറ്റ് ട്രൂ ആണെങ്കിലും ട്രൂ റിട്ടേൺ ചെയ്യും. സോ ഇവിടെയും നമുക്ക് ട്രൂ റിട്ടേൺ ചെയ്യും. ദെൻ ലാസ്റ്റ് വൺ എക്സ് ലെസ് ദാൻ, ദാറ്റ് ഈസ് ബ്രാക്കറ്റിൻ്റെ ഉള്ളിലുള്ളത് ആദ്യം പെർഫോം ചെയ്യും. ദാറ്റ് ഈസ്
4 ലെസ് ദാൻ 5 ആണോ നോക്കും, ആണ്. അതുപോലെ 4 ലെസ് ദാൻ 10 ആണോ നോക്കും, അതും ട്രൂ ആണ്. അപ്പോൾ രണ്ട് ട്രൂ വന്നു കഴിഞ്ഞാൽ, രണ്ട് സ്റ്റേറ്റ്മെന്റും ട്രൂ ആണെങ്കിൽ ആൻഡ് എന്ന് പറയുന്നത് ട്രൂ റിട്ടേൺ ചെയ്യും. അപ്പോൾ ഈ ട്രൂ ആണ് ഇവിടെ റിട്ടേൺ ചെയ്യുന്നത്. ആ ട്രൂവിന്റെ കറസ്പോണ്ടിങ് നെഗേഷൻ എടുക്കും. ദാറ്റ് ഈസ് ദ റിസൾട്ട് ഈസ് ഫാൾസ്. ഇങ്ങനെയാണ് ലോജിക്കൽ ഓപ്പറേറ്റേഴ്സ് വർക്ക് ചെയ്യുന്നത്. ഓക്കെ. Then next identity operators. ഇതുവരെ പഠിച്ച ഓപ്പറേറ്റേഴ്സ് ഒക്കെ നിങ്ങൾ ഓൾറെഡി ഫെമിലിയർ ആയിരിക്കും. ഇനി വരുന്ന രണ്ട് ഓപ്പറേറ്റർ ആണ് ഐഡന്റിറ്റി ഓപ്പറേറ്ററും മെമ്പർഷിപ്പ് ഓപ്പറേറ്ററും. ഇത് രണ്ടുമാണ് പൈത്തണിൽ പുതിയതായിട്ട് വരുന്നത്. ഐഡന്റിറ്റി ഓപ്പറേറ്റേഴ്സ് ആർ യൂസ്ഡ് ടു ചെക്ക് വെദർ ബോത്ത് ഓപ്പറാൻഡ് ആർ സെയിം ഓർ നോട്ട്. രണ്ട് ഓപ്പറാൻഡ്സ് സെയിം ആണോ അല്ലയോ എന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഐഡന്റിറ്റി ഓപ്പറേറ്റേഴ്സ് യൂസ് ചെയ്യുന്നത്. അതിൽ രണ്ട് ടൈപ്പ് ഐഡന്റിറ്റി ഓപ്പറേറ്റേഴ്സ് ആണുള്ളത്, ഈസ് ആൻഡ് ഈസ് നോട്ട്. Okay, is means returns true if both variables are same and returns false otherwise. Okay, അതിന് എക്സാമ്പിൾ ഇങ്ങനെയാണ്, എക്സ് ഈസ് വൈ. രണ്ട് വേരിയബിളിന്റെ ഇടയിലാണ് ഇത് യൂസ് ചെയ്യുക, ഈസ്. ഇത് രണ്ടും സിമിലർ ആണ്, സെയിം ആണെങ്കിൽ ട്രൂ റിട്ടേൺ ചെയ്യും, അതല്ല സിമിലർ അല്ലെങ്കിൽ ഫാൾസ് റിട്ടേൺ ചെയ്യും. അതിന്റെ നേരെ ഓപ്പോസിറ്റ് ആണ് നെക്സ്റ്റ് ഓപ്പറേറ്റർ ഈസ് നോട്ട്. ദാറ്റ് ഈസ് റിട്ടേൺസ് ട്രൂ ഇഫ് ബോത്ത് വേരിയബിൾസ് ആർ നോട്ട് സെയിം ആൻഡ് റിട്ടേൺസ് ഫാൾസ് അതർവൈസ്. എക്സാമ്പിൾ നോക്കാം, x1 equal to 5, y1 equal to 5 and x2 equal to hello, y2 equal to hello. ഇങ്ങനെ 4 വേരിയബിൾസ് നമ്മൾ ഇവിടെ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ദെൻ ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് പ്രിന്റ് ഓഫ് x1 ഈസ് നോട്ട് y1. ദാറ്റ് ഈസ് x1 ഈസ് നോട്ട് y1 എന്നാണ് ചോദിക്കുന്നത്. പക്ഷെ ഇവിടുത്തെ കേസിൽ x1ഉം y1ഉം സെയിം ആണ്. സോ ഈസ് നോട്ട് y1 എന്ന് പറയുമ്പോൾ അവിടെ false റിട്ടേൺ ചെയ്യും. അതിനെ പ്രിന്റ് ചെയ്ത് കഴിഞ്ഞാൽ we get the result false. Okay, print the result. That is false എന്ന് പറയുന്ന റിസൾട്ട് ആണ് ഇവിടെ റിട്ടേൺ ചെയ്യുക. അതിനെ പ്രിന്റ് ചെയ്യുമ്പോൾ നമുക്ക് false എന്ന് പറഞ്ഞ ഔട്ട്പുട്ട് കിട്ടും. അതുപോലെ തന്നെ നെക്സ്റ്റ് x2 ഈസ് y2. ഇവിടെ x2ഉം y2ഉം സെയിം ആണ്. സോ x2 ഈസ് y2 എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ട്രൂ. സോ ഇറ്റ് റിട്ടേൺസ് ട്രൂ ആൻഡ് പ്രിന്റ് ചെയ്യുമ്പോൾ we get the output as true. Okay, that is identity operator. Next, membership operator. Membership operators are used to check an item or an element that is part of a string, a list or a tuple. A membership operator reduces the effort of searching an element in the list. That is, ഒരു എലമെന്റോ അല്ലെങ്കിൽ ഒരു ഐറ്റോ ഒരു സീക്വൻസിൽ, സീക്വൻസ് പറഞ്ഞാൽ ഒരു സ്ട്രിങ് ആവാം, ലിസ്റ്റ് ആവാം, ടപ്പിൾ ആവാം, ഇതിൽ ഏതെങ്കിലും ഒരു സീക്വൻസിൽ ഒരു എലമെന്റ് ഉണ്ടോ എന്ന് സെർച്ച് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഓപ്പറേറ്റർ തന്നെയാണ് മെമ്പർഷിപ്പ് ഓപ്പറേറ്റേഴ്സ് എന്ന് പറയാം. നമുക്ക് സെർച്ച് ചെയ്യാനുള്ള എഫേർട്ട് റെഡ്യൂസ് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ഓപ്പറേറ്റേഴ്സ് ആണ് മെമ്പർഷിപ്പ് ഓപ്പറേറ്റേഴ്സ്. ദർ ആർ മെയിൻലി ടു ടൈപ്സ് ഓഫ് മെമ്പർഷിപ്പ് ഓപ്പറേറ്റേഴ്സ്, ഇൻ and not in. In means returns true if the item is in list or in sequence. Otherwise returns false. ഓക്കെ, നമ്മൾ സെർച്ച് ചെയ്യുന്ന എലമെന്റ്, നമുക്ക് വേണ്ട എലമെന്റ് ആ ലിസ്റ്റിലോ അല്ലെങ്കിൽ സ്ട്രിങ്ങിലോ ഉണ്ടെങ്കിൽ അത് ട്രൂ റിട്ടേൺ ചെയ്യും, ഇല്ലെങ്കിൽ ഫോൾസ് റിട്ടേൺ ചെയ്യും. അതുപോലെ അതിന്റെ നേരെ ഓപ്പോസിറ്റ് ആണ് നോട്ട് ഇൻ. നോട്ട് ഇൻ മീൻസ് റിട്ടേൺസ് ഫോൾസ് ഇഫ് ഐറ്റം ഈസ് ഇൻ ലിസ്റ്റ് ഓർ ഇൻ സീക്വൻസ്, റിട്ടേൺസ് ട്രൂ അതർവൈസ്. ദാറ്റ് ഈസ് നമ്മൾ സെർച്ച് ചെയ്യുന്ന ഐറ്റം നമ്മുടെ ലിസ്റ്റിൽ ഇല്ലെങ്കിൽ ട്രൂ റിട്ടേൺ ചെയ്യും, ഉണ്ടെങ്കിൽ ഫോൾസ് റിട്ടേൺ ചെയ്യും. ദാറ്റ് ഈസ് ഇൻ ആൻഡ് നോട്ട് ഇൻ. ഇവിടെ എക്സാമ്പിൾ കാണിക്കുന്നുണ്ട്. ദാറ്റ് ഈസ് ഇതാണ് നമ്മുടെ ഒരു ലിസ്റ്റ്. എന്നിട്ട് നമ്മൾ സെർച്ച് ചെയ്ത് പ്രിന്റ് 1 in y. 1 വൈയിൽ ഉണ്ടോന്ന്. ഇവിടെ നമ്മൾ ഓൾറെഡി ഡിക്ഷണറിയാണ് ഇവിടെ യൂസ് ചെയ്യുന്നത്. യു ക്യാൻ സീ ദിസ്, ദാറ്റ് ഈസ് എ കീ ആൻഡ് എ വാല്യൂ. സോ ഒരു ഡിക്ഷണറിയാണ്. ഈ ഡിക്ഷണറിയിൽ 1 ഉണ്ടോ എന്നാണ് സെർച്ച് ചെയ്യുന്നത്. ഇവിടെ 1 ഉണ്ട്. സോ ദ ഔട്ട്പുട്ട് ഈസ് ട്രൂ. 1 in y ഉണ്ടെങ്കിൽ, എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ സെർച്ച് ചെയ്യുന്ന എലമെന്റ് നമ്മുടെ സീക്വൻസിൽ ഉണ്ടെങ്കിൽ ട്രൂ റിട്ടേൺ ചെയ്യും, ഇല്ലെങ്കിൽ ഫോൾസ്. അപ്പോൾ ഇവിടെ ഉണ്ട്, സോ ഇറ്റ് റിട്ടേൺസ് ട്രൂ. അതുപോലെ നെക്സ്റ്റ് ഇവിടെ ഒരു ലിസ്റ്റ് ആണ് ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്, എക്സ് എന്ന് പറഞ്ഞിട്ട്. ദെൻ പൈനാപ്പിൾ നോട്ട് ഇൻ എക്സ്. പൈനാപ്പിൾ എന്ന് പറയുന്ന എലമെന്റ് ഈ ഒരു ലിസ്റ്റിൽ ഇല്ല എന്നുള്ളതാണ് സെർച്ച് ചെയ്യുന്നത്. പൈനാപ്പിൾ ഈ എക്സിൽ ഇല്ല, അതുകൊണ്ട് ഇറ്റ് റിട്ടേൺസ് ഓൾസോ ട്രൂ. ഓക്കെ, ദിസ് ഈസ് മെമ്പർഷിപ്പ് ഓപ്പറേറ്റർ. Next, bitwise operators. Okay, bitwise operators are used to compare binary numbers. Binary numbers in the basis compare ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നതാണ് bitwise operators. They operate bit by bit, hence the name. Bit ഓരോ ബിറ്റ് വെച്ച് കമ്പയർ ചെയ്യുന്നതുകൊണ്ടാണ് ഇതിന് bitwise operators എന്നുള്ള പേര് വന്നത്. മെയിൻ ആയിട്ട് വരുന്ന bitwise operators ആണ് bitwise and, or, XOR, not, then zero, fill, left shift, side, right shift. ഇത്രയും bitwise operatorsന് എക്സാമ്പിൾ ആണ്.
ഈ എക്സാമ്പിൾസ് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ബിറ്റ് വൈസ് ആൻഡ് എന്ന് പറയുന്നത് നമ്മൾ ലോജിക്കലി പഠിച്ച പോലെ തന്നെ 2 ബിറ്റും 1 ആണെങ്കിൽ 1 സെറ്റ് ചെയ്യും, അതല്ലെങ്കിൽ 0 സെറ്റ് ചെയ്യും. ഓർ എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും ഒരു ബിറ്റ് 1 ആണെങ്കിൽ 1 സെറ്റ് ചെയ്യും, അല്ലെങ്കിൽ 0 സെറ്റ് ചെയ്യും. അതേ മീനിങ്ങിൽ തന്നെയാണ് വരുന്നത്. You can check this with the example. Okay. Then operators, നമ്മൾ ഇത്രയും ഓപ്പറേറ്റേഴ്സ് പഠിച്ചു. ഇനി ഓപ്പറേറ്റേഴ്സിനെ തന്നെ മെയിൻ ആയിട്ട് 2 ഗ്രൂപ്പായിട്ട് ഡിവൈഡ് ചെയ്യാം. യൂണറി ഓപ്പറേറ്റർ ആൻഡ് ബൈനറി ഓപ്പറേറ്റർ. An operator can be termed as unary or binary depending upon the number of operands it takes. Okay, a unary operator takes only 1 operand and binary operator takes 2 operands. Okay, ഇപ്പോൾ യൂണറി ഓപ്പറേറ്റേഴ്സിന് എക്സാമ്പിൾ ആണ് യൂണറി മൈനസ് യൂണറി പ്ലസ് ഒക്കെ. ദാറ്റ് ഈസ് അവിടെ യൂസ് ചെയ്യുന്നത് ആകെ ഒരു ഒറ്റ ഓപ്പറാൻഡേ ഉണ്ടാവുള്ളൂ. ഇനി ബൈനറി ഓപ്പറേറ്റർ എന്ന് പറഞ്ഞാൽ 2 ഓപ്പറാൻസിൻ്റെ കൂടെ യൂസ് ചെയ്യുന്ന ഓപ്പറേറ്റേഴ്സിനെയാണ് ബൈനറി ഓപ്പറേറ്റേഴ്സ് എന്ന് പറയുന്നത്. നമ്മളിപ്പോൾ പഠിച്ച ഓൾമോസ്റ്റ് ഒരുവിധം എല്ലാ ഓപ്പറേറ്റേഴ്സും ബൈനറി ഓപ്പറേറ്റേഴ്സിന് എക്സാമ്പിളാണ്. ദാറ്റ് ഈസ് അഡീഷൻ, സബ്സ്ട്രാക്ഷൻ, മൾട്ടിപ്ലിക്കേഷൻ, ഇതിൻ്റെയൊക്കെ കൂടെ നമ്മൾ 2 വാല്യൂസ് യൂസ് ചെയ്യും. ദാറ്റ് ഈസ് 2 ഓപ്പറാൻസ് അവിടെ യൂസ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് known as binary operators. Next topic is expressions. An expression is a combination of values, that is combination of constants, variables and operators. It generates a single value which by itself is an expression. Consider this example. This is an example of an expression. Here you can see different values, variables and operators. Okay. To evaluate these types of expression, there is a rule of precedence in Python. നമ്മൾ ഇങ്ങനെ ഒരു എക്സ്പ്രഷൻ കണ്ടു കഴിഞ്ഞാൽ ഇവിടെ ഒരുപാട് ഓപ്പറേറ്റേഴ്സ് യൂസ് ചെയ്യുന്നുണ്ട്. ഇതിൽ ഏത് ഓപ്പറേറ്റർ ആദ്യം വർക്ക് ചെയ്യണം ഇതിനെ തീരുമാനിക്കുന്ന റൂളിനെയാണ് പ്രസിഡൻസ് എന്ന് പറയുന്നത്. ഒരു എക്സ്പ്രഷനിൽ ഒന്നിലധികം ഓപ്പറേറ്റേഴ്സ് ഇൻവോൾവ് ചെയ്ത് കഴിഞ്ഞാൽ അതിൽ ഏത് ഓപ്പറേറ്ററാണ് ആദ്യം എക്സിക്യൂട്ട് ചെയ്യേണ്ടതെന്ന് തീരുമാനിക്കുന്നത് പ്രസിഡൻസ് റൂൾ വെച്ചിട്ടാണ്. Okay, when an expression has 2 or more operators, we need to identify the correct sequence to evaluate these operators. This is because the final answer changes depending on the sequence thus chosen. Okay, consider this example. Here you can see 10 plus 5 by 5. There are 2 operators, plus ഉണ്ട് division ഉണ്ട്. നമ്മൾ ഇവിടെ ലെഫ്റ്റ് ടു റൈറ്റും നമുക്കിത് ചെയ്യാം, റൈറ്റ് ടു ലെഫ്റ്റും ചെയ്യാം. രണ്ടും ചെയ്യുന്നതിനനുസരിച്ച് ഇതിൻ്റെ റിസൾട്ട് വ്യത്യാസം വന്നുകൊണ്ടിരിക്കും. ദാറ്റ് ഈസ് വെൻ ദ ഗിവൺ എക്സ്പ്രഷൻ ഈസ് ഇവാലുവേറ്റഡ് ലെഫ്റ്റ് ടു റൈറ്റ്, ദ ഫൈനൽ ആൻസർ ബിക്കം 3. However, the expression evaluated right to left, the final answer become 11. This shows that changing the sequence in which the operators are evaluated in the given expression also changes the solution. Therefore, in order to remove this problem, a level of precedence is associated with the operators. Precedence is the condition that specifies the importance of each operator relative to others. This is the precedence of operators in Python. ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും ഏറ്റവും കൂടുതൽ പ്രസിഡൻസ് ഉള്ളത് ബ്രാക്കറ്റിനാണ്. ദെൻ എക്സ്പൊണൻഷിയേഷൻ ഓപ്പറേഷൻ, യൂണറി ഓപ്പറേറ്റേഴ്സ്, ദെൻ മൾട്ടിപ്ലിക്കേഷൻ, ഡിവിഷൻ, ഫ്ലോർ ഡിവിഷൻ, മോഡുലസ്, ദെൻ അതിനുശേഷമാണ് അഡീഷനും സബ്സ്ട്രാക്ഷനും വരുന്നത്. ദെൻ അതിനുശേഷം ബിറ്റ് വൈസ് ഷിഫ്റ്റ്, അതിനുശേഷം ബിറ്റ് വൈസ് ഓപ്പറേറ്റേഴ്സ് എല്ലാം വരും. ദെൻ കമ്പാരിസൺ ഓപ്പറേറ്റേഴ്സ്, ഏറ്റവും ലാസ്റ്റ് പ്രസിഡൻസ് ഉള്ളതാണ് ലോജിക്കൽ ഓപ്പറേറ്റേഴ്സ്. അതിൽ തന്നെ ലോജിക്കൽ ഓറിനാണ് ഏറ്റവും കുറവ് പ്രസിഡൻസ് വരുന്നത്. അപ്പോൾ ഒരു എക്സ്പ്രഷൻ കണ്ടു കഴിഞ്ഞാൽ ആ എക്സ്പ്രഷനിൽ ഒന്നിലധികം ഓപ്പറേറ്റേഴ്സ് ഉണ്ടെങ്കിൽ അതിൽ ഏത് ഓപ്പറേറ്റർക്കാണ് കൂടുതൽ പ്രസിഡൻസ് നോക്കിയിട്ട് നമ്മൾ ആ ഓപ്പറേഷനാണ് ആദ്യം പെർഫോം ചെയ്യുന്നത്. ദാറ്റ് ഈസ് പ്രസിഡൻസ് ഓഫ് ഓപ്പറേറ്റർ ഇൻ പൈത്തൺ. അപ്പോൾ നിങ്ങൾക്ക് നേരത്തെ എക്സാമ്പിളിൽ അറിയാം. ഇപ്പോൾ 10 + 5 ഡിവിഷൻ 5, ദാറ്റ് ഈസ് ഇവിടെ പ്ലസും ഉണ്ട് ഡിവിഷനും ഉണ്ട്. ഈ 2 ഓപ്പറേറ്ററിനെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ഇവിടെ കൂടുതൽ പ്രസിഡൻസ് ഡിവിഷൻ ആണ്. സോ 5/5 ആദ്യം ചെയ്യും, ആ കിട്ടുന്ന റിസൾട്ട് 10 പ്ലസ് ചെയ്യും. ഇങ്ങനെയാണ് ഇത് വർക്ക് ചെയ്യേണ്ടത്. ഓക്കെ, ഒരു എക്സ്പ്രഷൻ ഇവാലുവേറ്റ് ചെയ്യാൻ ഓപ്പറേറ്റർ പ്രസിഡൻസ് എന്ന് പറയുന്ന റൂള് ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, ദെൻ നെക്സ്റ്റ് ഈസ് അസോസിയേറ്റിവിറ്റി. In the previous table, we can see that many operators are having the same precedence. Hence, associativity decides the order in which the operator with the same precedence are executed. That is, നമ്മൾ നേരത്തെ ടേബിളിൽ കണ്ടു
ഒന്നിലധികം ഓപ്പറേറ്റേഴ്സിന് സെയിം പ്രസിഡൻസ് ആണ്. ദാറ്റ് ഈസ് ഈ ഓപ്പറേറ്റേഴ്സിനെല്ലാം ഒരേ പ്രസിഡൻസ് ഗ്രൂപ്പിൽ വരുന്നതാണ്. സോ ഇതിനെല്ലാം ഒരേ പ്രസിഡൻസ് ആണ്. അതുപോലെ പ്ലസ് മൈനസ് ഇത് രണ്ടിനും ഒരേ പ്രസിഡൻസ് ആണ്. കാരണം അത് വരുന്നത് ഒരേ പ്രസിഡൻസ് ഗ്രൂപ്പിലാണ്. അപ്പൊ ഇങ്ങനെ സെയിം പ്രസിഡൻസ് ഗ്രൂപ്പിലുള്ള ഓപ്പറേറ്റേഴ്സ് നമ്മുടെ എക്സ്പ്രഷനിൽ വന്നാൽ അതിൽ ഏതോ ഓപ്പറേറ്റർ ആദ്യം പെർഫോം ചെയ്യണം. അതിന് നമ്മൾ യൂസ് ചെയ്യുന്ന റൂളിനെയാണ് അസോസിയേറ്റിവിറ്റി എന്ന് പറയുന്നത്. Okay, there are mainly two types of associativity, left to right and right to left. In left to right associativity, the operator of the same precedence are executed from the left side first, and in right to left associativity, the operator of the same precedence are executed from the right side first. Okay, most of operators in Python have left to right associativity. Here you can see the associativities of operators. ഈ ഒരു ചാർട്ട് നിങ്ങൾക്ക് കാണാം. നമ്മളിപ്പോൾ പറഞ്ഞ പ്രസിഡൻസിൽ എല്ലാ പ്രസിഡൻസ് ഗ്രൂപ്പിലും ഓൾമോസ്റ്റ് എല്ലാ പ്രസിഡൻസ് ഗ്രൂപ്പിലും ലെഫ്റ്റ് ടു റൈറ്റ് അസോസിയേറ്റിവിറ്റിയാണ്. അതായത് ലെഫ്റ്റ് സൈഡിലുള്ള ഓപ്പറേറ്റർ ഏതാണോ അത് ആദ്യം വർക്ക് ചെയ്യും. ഒരേ പ്രസിഡൻസ് ഗ്രൂപ്പിലുള്ള ഓപ്പറേറ്റേഴ്സ് ഒരു എക്സ്പ്രഷനിൽ തന്നെ വന്നാൽ അതിൽ ലെഫ്റ്റ് സൈഡിൽ വരുന്ന ഓപ്പറേറ്റർ ആദ്യം ചെയ്യും, പിന്നെ റൈറ്റ് സൈഡിലേക്ക് നീങ്ങും. അതിനെയാണ് ലെഫ്റ്റ് ടു റൈറ്റ് അസോസിയേറ്റിവിറ്റി പറയുന്നത്. എന്നാൽ എക്സ്പോണൻഷിയേഷൻ ഓപ്പറേറ്റർക്കും അതുപോലെ അസൈൻമെന്റ് ഓപ്പറേറ്റർക്കും റൈറ്റ് ടു ലെഫ്റ്റ് ആണ്. ദാറ്റ് ഈസ് ഈ ഓപ്പറേറ്റേഴ്സ് ഒരേ എക്സ്പ്രഷനിൽ തന്നെ വന്നു കഴിഞ്ഞാൽ അവിടെ റൈറ്റ് എന്നാണ് നമ്മൾ എക്സ്പ്രഷൻ സോൾവ് ചെയ്ത് വരേണ്ടത്. അതിനെയാണ് റൈറ്റ് ടു ലെഫ്റ്റ് അസോസിയേറ്റിവിറ്റി എന്ന് പറയുന്നത്. ഓക്കെ, കൺസിഡർ ദിസ് എക്സാമ്പിൾ. ഇവിടെ ഒരു എക്സാമ്പിൾ ഉണ്ട്. 4 star 7 mod 3. ഈ ഒരു എക്സ്പ്രഷൻ ആണ് കാൽക്കുലേറ്റ് ചെയ്തിട്ട് അതിന്റെ റിസൾട്ട് പ്രിന്റ് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. സോ ഇവിടെ രണ്ട് ഓപ്പറേറ്റർ ആണ് ഉള്ളത്, സ്റ്റാറും ഉണ്ട് മോഡുലും ഉണ്ട്. നമ്മൾ കഴിഞ്ഞ ഇതിൽ കണ്ടു സ്റ്റാറും മോഡുലോയും സെയിം പ്രസിഡൻസ് ആണ്. രണ്ട് ഓപ്പറേറ്റർക്കും സെയിം പ്രസിഡൻസ് ആണ്. അപ്പോൾ അങ്ങനത്തെ കേസിൽ ഒരേ പ്രസിഡൻസ് ഉള്ള ഓപ്പറേറ്റേഴ്സ് വരുമ്പോൾ അവിടെ ഏതാദ്യം ചെയ്യണം എന്ന് തീരുമാനിക്കുന്നതാണ് അസോസിയേറ്റിവിറ്റി. ദാറ്റ് ഈസ് സ്റ്റാറും മോഡുലും വരുന്ന ഈ ഗ്രൂപ്പിന്റെ അസോസിയേറ്റിവിറ്റി ലെഫ്റ്റ് ടു റൈറ്റ് ആണ്. ദാറ്റ് ഈസ് നമ്മൾ ഈ ഒരു എക്സ്പ്രഷൻ സോൾവ് ചെയ്യേണ്ടത് ലെഫ്റ്റ് ടു റൈറ്റ് ആണ്. ദാറ്റ് ഈസ് 4 into 7. ലെഫ്റ്റിലുള്ള ആദ്യത്തെ ഓപ്പറേറ്റർ ആദ്യം വർക്ക് ചെയ്യും. ദാറ്റ് ഈസ് 4 into 7 ചെയ്തിട്ട് ആ കിട്ടുന്ന റിസൾട്ടിനെയാണ് പിന്നെ മോഡുലോ 3 ചെയ്യേണ്ടത്. ഇറ്റ് ഈസ് ലെഫ്റ്റ് ടു റൈറ്റ് അസോസിയേറ്റിവിറ്റി. ഓക്കെ, ദെൻ ഈ അസോസിയേറ്റിവിറ്റി ചേഞ്ച് ചെയ്യാനായിട്ട് വി ക്യാൻ ഓൾസോ യൂസ് ബ്രാക്കറ്റ്. കൺസിഡർ ദിസ് എക്സാമ്പിൾ. ദാറ്റ് ഈസ് ഇവിടെ അഗൈൻ സ്റ്റാറും മോഡുലോ തന്നെയാണ് പറയുന്നത്. 2 star 10 mod 5. പക്ഷേ അപ്പൊ നേരത്തെ കേസിൽ ലെഫ്റ്റ് ടു റൈറ്റ് ആണ് അസോസിയേറ്റിവിറ്റി വേണ്ടത്. പക്ഷേ ഹിയർ ഒരു ബ്രാക്കറ്റ് എക്സ്ട്രാ ഉണ്ട്. ബ്രാക്കറ്റ് വന്നു കഴിഞ്ഞാൽ അവിടെ കൂടുതൽ പ്രസിഡൻസ് ബ്രാക്കറ്റിനായിരിക്കും. സോ ഇവിടെ ആദ്യം പെർഫോം ചെയ്യേണ്ടത് 2 star 10 അല്ല, പകരം 10 mod 5 ആണ് ആദ്യം പെർഫോം ചെയ്യുക. 10 mod 5 ചെയ്ത് കഴിഞ്ഞാൽ 0 കിട്ടും. ഈ 0 ആണ് ദെൻ 2 ആയിട്ട് മൾട്ടിപ്ലൈ ചെയ്തിട്ട് റിസൾട്ട് 0 കിട്ടുന്നത്. ഓക്കെ, അപ്പോൾ നോർമലി എല്ലാ ഓപ്പറേറ്റേഴ്സിനും ലെഫ്റ്റ് ടു റൈറ്റ് അസോസിയേറ്റിവിറ്റി ആണ് ഉള്ളത്. കൺസിഡർ ദിസ് എക്സാമ്പിൾ. ദാറ്റ് ഈസ് പ്രിന്റ് ഓഫ് 2 raised to 3 raised to 2. ഓക്കെ, ഇവിടെ യൂസ് ചെയ്തിരിക്കുന്നത് എക്സ്പോണൻഷിയേഷൻ ഓപ്പറേഷൻ ആണ്. നമ്മൾ പറഞ്ഞു എക്സ്പോണൻഷിയേഷൻ ഓപ്പറേഷന് റൈറ്റ് ടു ലെഫ്റ്റ് അസോസിയേറ്റിവിറ്റി ആണ് ഉള്ളത്. സോ രണ്ട് എക്സ്പോണൻഷിയേഷൻ ഓപ്പറേറ്റർ വന്നാൽ അവിടെ റൈറ്റ് സൈഡിലുള്ള ഓപ്പറേറ്റർ ആണ് ആദ്യം വർക്ക് ചെയ്യുക. ദാറ്റ് ഈസ് ഫസ്റ്റ് വി ഹാവ് ടു കാൽക്കുലേറ്റ് 3 raised to 2. ദാറ്റ് ഈസ് 3 square കാണും. സോ ആൻസർ ഈസ് 9. Then it calculate 2 raised to 9. അങ്ങനെ നമുക്ക് 2 raised to 9 512. That is the answer. ഓക്കെ, ഇങ്ങനെയാണ് ഇത് വർക്ക് ചെയ്യുന്നത്. ഓൾസോ ദിസ് എക്സാമ്പിൾ 2 raised to 3 raised to 2 തന്നെയാണ്. പക്ഷെ ഇവിടെ നമ്മൾ ബ്രാക്കറ്റ് ഇട്ടിട്ടുണ്ട്. അപ്പോൾ നോർമലി എക്സ്പോണൻഷിയേഷൻ ഓപ്പറേറ്ററിന് റൈറ്റ് ടു ലെഫ്റ്റ് അസോസിയേറ്റിവിറ്റി ആണ്. പക്ഷെ ഇവിടെ ബ്രാക്കറ്റ് ഉള്ള കാരണം ബ്രാക്കറ്റിന് കൂടുതൽ ഇമ്പോർട്ടൻസ് ഉണ്ട്. സോ 2 raised to 3 ഇവിടെ ആദ്യം ചെയ്യും. ദെൻ അതിനുശേഷം raised to 2 ചെയ്യും. ദാറ്റ് ഈസ് 2 cube 8 കിട്ടും. ആ 8 സ്ക്വയർ ആണ് പിന്നെ ചെയ്യുക. സോ 64 ആൻസർ കിട്ടും. സോ ദിസ് ഈസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ അസോസിയേറ്റിവിറ്റി ആൻഡ് പ്രിസിഡൻസ്. ഒരു എക്സ്പ്രഷനിൽ ഏത് ഓപ്പറേറ്റർ ആണോ ആദ്യം വർക്ക് ചെയ്യണ്ടേ, ആദ്യം കാൽക്കുലേറ്റ് ചെയ്യണ്ടേന്ന് തീരുമാനിക്കുന്നത് പ്രസിഡൻസ് വഴിയാണ്. പക്ഷേ ഒരേ പ്രസിഡൻസിൽ തന്നെയുള്ള ഓപ്പറേറ്റേഴ്സ് ഒരേ എക്സ്പ്രഷനിൽ വന്നു കഴിഞ്ഞാൽ അതിൽ ഏത് ഓപ്പറേറ്റർ ആദ്യം വർക്ക് ചെയ്യണം എന്ന് തീരുമാനിക്കുന്നത് ഈ അസോസിയേറ്റിവിറ്റി റൂളും വെച്ചിട്ടാണ്. അസോസിയേറ്റിവിറ്റി ഓപ്പറേറ്റേഴ്സിന്റെ സെറ്റിനനുസരിച്ച് ലെഫ്റ്റ് ടു റൈറ്റും ആവാം, റൈറ്റ് ടു ലെഫ്റ്റും ആവാം. പൈത്തണിൽ എക്സ്പോണൻഷിയേഷൻ ഒഴികെ ബാക്കിയുള്ള ഓൾമോസ്റ്റ് എല്ലാ ഓപ്പറേറ്റേഴ്സിനും ലെഫ്റ്റ് ടു റൈറ്റ് അസോസിയേറ്റിവിറ്റി ആണ് ഫോളോ ചെയ്യുന്നത്. ഓക്കെ,
So I am going to winding up today's session. Hope all of you got the topic well. Thank you.